മമ്മ Hi, this is a biryani that I'm making all the way from ഉമ്മാൻ്റെ അടുക്കള. ദെൻ ഫസ്റ്റ് എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും ഫുൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് സ്ലൈസ് ചെയ്ത് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടിട്ട് നല്ലോണം ആ എണ്ണയിലേക്ക് വഴറ്റുക. ദെൻ മസാലയ്ക്ക് ഫുള്ളായിട്ട് വേണ്ട, അതായത് നല്ലോണം ഉപ്പിടുക. മസാലയ്ക്ക് കോഴി ഇടുന്നത് വരെയിൽ ഉപ്പ് ഫസ്റ്റേ ഇട്ട് വെക്കുക. എന്നിട്ട് നല്ലോണം വഴറ്റുക. ഉള്ളി നല്ലോണം വാടണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പച്ച മസാല ഉണ്ടാക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഉള്ളി ഈ ഒരു സമയമാകുമ്പോൾ, അതായത് കാരമലൈസ് ആയിട്ടില്ല എന്നാൽ ഒന്ന് നല്ലോണം വാടിയ സമയമാകുമ്പം ഈ പച്ച മസാല ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ച മസാലേൻ്റെ കുത്തൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊരു 4 ഉള്ളിയാണെങ്കിൽ ഫുൾ 2 വലിയ സൈസുള്ള തക്കാളി ഇട്ടിട്ട് നല്ലോണം വാട്ടിയിട്ട് അത് ചെയ്യാൻ വെക്കുക. അതായത് ഒന്ന് വാടാൻ വെക്കുക. നല്ലോണം അത് ഉടഞ്ഞിട്ട് ഈ ഉള്ളിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഉടഞ്ഞ ഉള്ളിൻ്റെ പോലെ തന്നെ ആവണം. എന്നിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലോണം ഉടയും. എന്നിട്ട് ഉടഞ്ഞ ഈ ഒരു സെറ്റപ്പിലുണ്ടാവും. ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമുക്ക് ഉള്ളിയും തക്കാളിയും ഒരേപോലെ വഴഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജിൽ കിട്ടും. ദെൻ അപ്പോഴാണ് നമ്മൾ മസാല ഇടുന്നത്. മസാല കൂടുതൽ മസാല ഒന്നുമില്ല. ഓൺലി പെപ്പർ പൗഡർ, മഞ്ഞൾ, പിന്നെ ഗരം മസാല. ഈ 3 മസാല മാത്രമേ എന്താക്കുന്നുള്ളൂ, ഈ ബിരിയാണിക്ക് ഫുള്ളി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലൂ. കുരുമുളക് നല്ലോണം ഇടും. മഞ്ഞൾപ്പൊടി കുറച്ച് കളറിനും, കുരുമുളക് നല്ലപോലെ എരിവിനും, പിന്നെ ഗരം മസാലയും. ഈ ഒരു 3 മസാലകൾ മാത്രമേ നമ്മൾ എന്താക്കുന്നുള്ളൂ, പൊടികളായിട്ട് ഇടുന്നുള്ളൂ. വേറെ ഒന്നും ചേർക്കൂല. എന്നിട്ട് നല്ലോണം അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇളക്കി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ഒരു സമയം ഉണ്ടാവില്ല. അതായത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പം ഇട്ടിട്ടാണ് നമ്മൾ കോഴി ഇടേണ്ടത്. ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം കോഴി ആ സ്റ്റേജിലാണ് ഇടേണ്ടത്. എന്നിട്ട് കോഴി ഇട്ടിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കാം. ഞാനാകെ 1 കിലോ കോഴി അങ്ങനെ എന്തേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഞാനും മമ്മാവും മാത്രമേ ഉള്ളൂ, നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഉച്ചക്കേക്കും രാത്രിക്കും ഇതന്നെ ധാരാളം. അപ്പോൾ നല്ലോണം ഇളക്കുക. അതായത് കോഴി മസാലയും നല്ലോണം ഇളക്കിയിട്ട് അത് മൂടി വെക്കാം. ഓക്കെ, ഈ സമയം അത് വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചെറിയ തീയിൽ അത് ഇട്ടിട്ട് വെക്കാം. വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഗീ യൂസ് ചെയ്യുന്നത്. ഗീ 3-4 സ്പൂൺ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും. പിന്നെ ഹോൾ സ്പൈസസ് ഇട്ടിട്ട് ഉള്ളി ഒന്ന് കാരമലൈസ് ആകാൻ വെക്കും. എന്തിനാ, ഈ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഉള്ളി നല്ലപോലെ കാരമലൈസ് ആവും. എന്നിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു മസാല ആകും അത്. അപ്പോൾ ഉള്ളി കാരമലൈസ് ആയതിന് ശേഷം നമുക്ക് ജീരകശാല റൈസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കൈമ റൈസ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അഷ്റഫ് അരിയൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ജീരകശാല റൈസ് ഇട്ടിട്ട് അത് നല്ലോണം പൊട്ടുന്നത് വരെ, അതായത് റൈസ് ഇങ്ങനെ കിടക്കണ സൗണ്ട് കേൾക്കും. അപ്പം അതുവരെ നമ്മൾ നല്ലോണം വഴറ്റിയിട്ട് പിന്നെ നല്ല ചൂടുവെള്ളം ഒഴിക്കുക. എനിക്കറിയില്ല എന്താ ഞാൻ ചൂടുവെള്ളമാണോ ഒഴിച്ചതെന്ന് എനിക്ക് മറന്നുപോയി. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ കരിയാമ്പലിടും, കറിവേപ്പിലിടും. ദെൻ ചോറിന് വേണ്ട ചോറിന് വേണ്ട ഉപ്പും ഇടാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അത് അവിടുന്ന് ചെറിയ സിമ്മിലിടണേ. നിങ്ങൾ തിളച്ച വെള്ളം ഒഴിക്കുന്നെങ്കിൽ ചെറിയ സിമ്മിലിടണം. ചെറിയ സിമ്മിലിട്ടിട്ട് അത് അങ്ങനെ തന്നെ അനങ്ങാതെ വെച്ചാൽ മതി. അത് അവിടെ നിന്ന് ആയിക്കോളും. ദെൻ നമുക്ക് മസാല എന്തായി നോക്കാം. അപ്പോൾ മസാല ഇതേപോലെ നല്ല പോലെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും അത് ഇറച്ചിയും അതൊക്കെ വിട്ട് വന്നിട്ടുണ്ടെന്നില്ല. ആ ടൈമിലാണ് നമുക്ക് പുതിനയും മല്ലിച്ചപ്പും ചേർക്കാം. നല്ലോണം ഒരു ഹാൻഡ് ഫുൾ ഓഫ് പുതിനയും മല്ലിച്ചപ്പും ചേർക്കണേ. എന്നിട്ട് നല്ല പോലെ ഇളക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അത് ഓൾറെഡി വെന്തിട്ടുണ്ടാവും. കാരണം ചിക്കൻ പെട്ടെന്ന് വേവുമല്ലോ. പക്ഷെ എന്നാലും നമ്മൾ അതൊന്നും കൂടി മൂടി വെച്ചിട്ട് ദമ്മിടുന്നത് വരെ ഞാനതിങ്ങനെ വേവിക്കും. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ. പിന്നെ ഇത് നോക്കുമ്പം നമ്മൾ ചോറായിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ടൊന്നും ഇടില്ല. ചോറ് കറക്റ്റ് വേവാണ്. അതായത് 1 ഗ്ലാസ് അരിക്ക്
1.25 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുക. 1.5 ഗ്ലാസ് അല്ല, 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാരണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മയിലിൻ്റെ പിന്നെ ജീരകശാല റൈസാണ്. അപ്പം അതിന് ഒരു വയനാടൻ അരിയാണ്. അപ്പം അതിന് 1.25 ഗ്ലാസ് വെള്ളം വേണം. ദെൻ നമ്മൾ ടോപ്പിങ്സ്, അതായത് ദമ്മിടാൻ പോകുന്നത്. അപ്പം 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. ഫസ്റ്റ് ലെയർ ഗീ റൈസ് ഓൾറെഡി മാറ്റി, ദെൻ ഇത് 2ാമത്തെ ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കംപ്ലീറ്റ്ലി മസാല ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ മസാല ഉണ്ടായ പാത്രത്തിൽ ഓൾറെഡി കുറച്ച് ചോറിട്ടിട്ട് അതും മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഈ 2ാമത്തെ ലെയർ സെറ്റ് ചെയ്യും. ദെൻ ബാക്കി നെയ്ച്ചോറും വെച്ചിട്ട് കംപ്ലീറ്റ്ലി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഈ കാരമലൈസ്ഡ് ഉള്ളി അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ റൈസൻസും അതൊന്നും ഇഷ്ടമാണ്, പക്ഷേ അന്ന് ഞാൻ എന്തോ ഇട്ടിട്ടില്ല പക്ഷേ കാരമലൈസ് ആയത് ഉള്ളി അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് അധികം നമ്മൾ പുരയിൽ നിന്ന് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുമ്പം അത് ഉണ്ടാക്കാറില്ല. കുറച്ച് മല്ലിച്ചപ്പ് മാത്രമേ വിതറാറുള്ളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗീ പശു നെയ്യും ഇങ്ങനെ മേലെ ഇടും. ഇതാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കി, അതായത് ഞാനൊരു 12 മണിക്കകത്ത് തിന്നുന്നെങ്കിൽ ഞാൻ ഒരു 10 മണിക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ദം ചെയ്യും. ഒരു 2-3 മണിക്കൂർ എന്തായാലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ നല്ലൊരു ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങി വരും. ഇത് പിന്നെ എൻ്റെ ക്ലിപ്പ് ഞാൻ നല്ലപോലെ ഒരു ഫോട്ടോസ് എടുത്തിട്ടില്ല ക്ലിപ്പ്. ലെറ്റ്സ് ടേസ്റ്റ് ദിസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പിക്കിളൊന്നും എടുക്കാൻ, എനിക്ക് സാലഡ് മാത്രമേ ഇഷ്ടമുള്ളൂ, പിക്കിൾ ഇഷ്ടമല്ല. സോ യാ, ഉണ്ടാവും ചോറ് അലോങ് വിത്ത് മസാല. ദെൻ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളിതൊന്നും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്ക്. ഇറ്റ്സ് മൈ ഗ്യാരണ്ടി.